എന്താണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം? പാപങ്ങളിൽ രക്ഷിക്കുന്നവനാണ്. സുഹൃത്തെ, ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച ഒരു വ്യക്തികൾക്ക് മനുഷ്യന്റെ പാപത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ജീവിത സൗകര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം മതിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സൗന്ദര്യമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാറുന്നു വിശ്വസിക്കുന്നവരുണ്ട്. നല്ല ജോലി ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാറുന്നു വിശ്വസിക്കുന്നവരുണ്ട്. നല്ല വീടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഉഷാറാവുന്നു വിശ്വസിക്കുന്നവരുണ്ട്. നല്ല കൂട്ടുകാരുടെ ബന്ധങ്ങളുണ്ടെങ്കിൽ എല്ലാം നേരെയാവുന്നു വിശ്വസിക്കുന്നവരുണ്ട്. സുഹൃത്തെ, അതൊന്നുമല്ല അതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയിരിക്കുന്നവരാണ്. മാനവകുലമെല്ലാം പാപത്തിന്റെ അടിമയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തെ രക്ഷിപ്പാനായി 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ച വ്യക്തിയായിരുന്നു കർത്താവായ യേശു. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ലോകപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല നമ്മൾ രക്ഷിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി ഈ ഭൂമിയെ മാനവകുലത്തെ രക്ഷിപ്പാൻ വന്ന യേശു എന്ന ലോകരക്ഷകനിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പേര് നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, സമുദായം നോക്കാതെ നിന്റെ ഹൃദയത്തെ മാത്രം നോക്കിക്കൊണ്ട് നിന്നെ അനുഗ്രഹിപ്പാനും സഹായിപ്പാനും കഴിവുള്ളവനാണ്. മദ്യമോ മയക്കുമരുന്നുകളോ ലഹരി ഉൽപ്പന്നങ്ങളോ നമുക്ക് അസമാധാനത്തിലേക്കും നാശത്തിലേക്കും നഷ്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ യേശു എന്ന ലോകരക്ഷകൻ അവരുടെ ജനനം കൊണ്ടാടുമ്പോൾ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തിലേക്ക് അവൻ ജനിക്കട്ടെ. ഇന്ന് പൂക്കോട്ടിലല്ല യേശു ജനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് യേശു ജനിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്.